അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ നാടൻ വിഭവമായ അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ എൻ്റെ ഒരു മെത്തേഡിൽ ഈസി ആയിട്ട് ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ സദ്യ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ആ മെത്തേഡൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട പച്ചക്കറികൾ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. നമ്മുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. പച്ചക്കറി എടുക്കുമ്പോൾ തന്നെ അവിയലിന് നമ്മൾ അരിയേണ്ടത് എല്ലാ പച്ചക്കറി നീളത്തിലാണ് അരിയേണ്ടത്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായ, പച്ചക്കായ, പയറ്, ചേന, ക്യാരറ്റ്, വെള്ളരിക്ക, ഇത്രയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഉരുളക്കിഴങ്ങും ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങാണ് ലാസ്റ്റ് കാണിച്ചത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറിയിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ നമ്മൾ കുറഞ്ഞ മുളക് പൊടിയേ ഉപയോഗിക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം മതി. ഇനി ആവശ്യത്തിന് ഉപ്പ്, കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെറും പച്ചക്കറിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മാത്രമാണ്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ചെറിയ തീയിലൊന്ന് ആവി കയറ്റിയാൽ മതി. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോഴേക്കും ഇത് വേവുന്നതാണ്. ഇതപ്പോൾ നമ്മൾ തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നല്ലോണം ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെറിയ ജീരകം 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി ഒരു 8-10 അല്ലി, വെളുത്തുള്ളി ഒരു 3 എണ്ണം, പച്ചമുളക് 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടാം കേട്ടോ. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം അരക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 കപ്പോളം പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാൻ നല്ല കട്ട തൈരാണ്, അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മളുടെ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കണ്ടോ ഒട്ടും വെള്ളമില്ല. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ അടിയിൽ കണ്ടോ കുറേശ്ശെ വെള്ളമുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പുകൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മെല്ലെ തവി വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇളക്കിയാൽ മതി. കാരണം ഓൾറെഡി പച്ചക്കറി നല്ലോണം വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഉടയാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ആവശ്യമുള്ളൂ, അധികം ഒന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇതാ ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാ സദ്യക്കൊന്നും കഴിക്കണ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ എല്ലാ പച്ചക്കറി വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.